അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തസ്ബീഹ് നിസ്കാരം 300 തസ്ബീഹുകളുള്ള പ്രത്യേക സുന്നത്ത് നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കൽ സുന്നത്തില്ല. അപ്പോൾ ഒറ്റക്ക് നിസ്കരിക്കലാണ് തസ്ബീഹ് നിസ്കാരം ചെയ്യേണ്ടത് എന്നർത്ഥം. ഒന്നോ രണ്ടോ സലാമോടുകൂടി നിർവഹിക്കാവുന്ന 4 റക്അത്ത് നിസ്കാരമാണിത്. പകല് സമയത്ത് 1 സലാം കൊണ്ടും രാത്രിയിൽ 2 സലാം കൊണ്ടുമാണ് നല്ലത്. ഓരോ റക്അത്തിലും 75 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ ചൊല്ലണം. ഫാത്തിഹയും സൂറത്തും ഓതിയ ശേഷം 15 പ്രാവശ്യവും റുകൂഅ്, ഇഅ്തിദാലി, 2 സുജൂദുകൾ, ഇടയിലെ ഇരുത്തം, 2 സുജൂദുകൾക്കും ശേഷമുള്ള ഇസ്തിറാഹത്തിൻ്റെയോ അത്തഹിയാത്തിൻ്റെയോ ഇരുത്തം എന്നിവയിലെല്ലാം 10 പ്രാവശ്യം വീതവും തസ്ബീഹ് ചൊല്ലണം. അത്തഹിയാത്തിൻ്റെ ഇരുത്തത്തിൽ അത്തഹിയാത്തിൻ്റെ മുമ്പും റുകൂഅ്, ഇഅ്തിദാലി, സുജൂദ്, ഇടയിലെ ഇരുത്തം എന്നിവയിലെ ദിക്റുകൾക്ക് ശേഷവുമാണ് തസ്ബീഹ് ചൊല്ലേണ്ടത്. ഓത്തിന്റെ ശേഷമുള്ള 15 തസ്ബീഹ് അതിൻ്റെ മുമ്പ് ചൊല്ലൽ അനുവദനീയമാണ്. പക്ഷേ സിറാത്തിന്റെ ഇരുത്തത്തിലെ 10 തസ്ബീഹ് ഓത്തിന് ശേഷം ചൊല്ലേണ്ടി വരും എന്നർത്ഥം. ഇരുത്തത്തിൽ അത് ചൊല്ലാനും പാടില്ല. ഇസ്തിറാഅത്തിന്റെ ഇരുത്തത്തിലെ ഉയരുമ്പോൾ തക്ബീർ ചൊല്ലണം. അതിലെ തസ്ബീഹ് കഴിഞ്ഞ ശേഷം നൃത്തത്തിലെ ഉയരുമ്പോൾ പിന്നെ തക്ബീർ സുന്നത്തില്ല. ഇനി ഏതെങ്കിലും ഒരു കർമ്മത്തിൽ തസ്ബീഹ് ഉപേക്ഷിച്ച് അടുത്തതിലേക്ക് നീങ്ങിയാൽ പിന്നെ മടങ്ങാൻ പാടില്ല. തൊട്ടടുത്തതിൽ ഈ ഉപേക്ഷിച്ചത് കൂടി വർദ്ധിപ്പിച്ചാൽ മതിയാകുന്നതാണ്. പക്ഷേ റുക്കൂയിൽ ഉപേക്ഷിച്ചത് ഇഅ്തിദാലിലോ സുജൂദിൽ ഉപേക്ഷിച്ചത് ഇടയിലെ ഇരുത്തത്തിലോ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിലോ വീണ്ടെടുക്കാൻ പാടില്ല. അതിനൊരു കാരണം കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത്, ഇഅ്തിദാലും ഇടയിലെ ഇരുത്തവും അത് ഖസീറായ ഹ്രസ്വമായ ഫർളുകളാണ്. ഇസ്തിറാഹത്തിന്റെ ഇരുത്തം അത് ഖസീറായതിനാൽ അവയെ പരിധിയിലധികം ദീർഘിപ്പിക്കാൻ പാടില്ല. അപ്പൊ അവയും കഴിഞ്ഞിട്ടുള്ളതിലാണ് പിന്നീട് ആ മറന്നത് വീണ്ടെടുക്കേണ്ടത് എന്നർത്ഥം. തസ്ബീഹിന്റെ എണ്ണത്തിൽ കുറവ് സംഭവിച്ചാൽ നിസ്കാരം ബാത്തിലാകുകയോ തസ്ബീഹ് നിസ്കാരമായി പരിഗണിക്കപ്പെടാതിരിക്കുകയോ ഇല്ല. എന്നാൽ തസ്ബീഹ് പൂർണ്ണമായും ഉപേക്ഷിച്ചാൽ ഒരാളുടെ നിസ്കാരം അത് മുത്തലഖ് സുന്നത്ത് നിസ്കാരമായി മാത്രമേ ഗണിക്കപ്പെടുകയുള്ളൂ. അപ്പം അതുകൊണ്ട് കഴിയുമെങ്കിൽ എല്ലാ ദിവസവും നിസ്കരിക്കുക. അതിന് സാധ്യമല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലോ, അതുമല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ, അതിനും സാധ്യമല്ലെങ്കിൽ വർഷത്തിലൊരിക്കലോ തസ്ബീഹ് നിസ്കാരം നിർവഹിക്കൽ സുന്നത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനും ഒരാൾക്ക് സാധിക്കണില്ലെങ്കിലോ, വർഷത്തിലും സാധിക്കണില്ലെങ്കിൽ ജീവിതത്തിലൊരിക്കലെങ്കിലും ഇത് നിർവഹിക്കേണ്ട ഒരു നിസ്കാരമാണെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു. അള്ളാഹു വിശുദ്ധ റമദാനിലും തുടർന്നുള്ള ഓരോ മാസങ്ങളിലും ആഴ്ചകളിലൊക്കെ നമുക്കത് നിസ്കരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ റമദാന് മഗ്ഫിറത്ത് കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.